ഹായ് ഹലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ലണ്ടൻ യാത്രയുടെ മൂന്നാം പാർട്ടിലേക്ക് എത്തിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ലണ്ടൻ ടവർ നമ്മൾ കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ആകാശം വളരെ ചെറിയതായിട്ട് നമുക്ക് തോന്നുന്നത് അതുപോലെ വളരെ പൊക്കമേറിയ വലിയ കെട്ടിടങ്ങളുടെ നടുവിൽ കൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് എല്ലാ ഷോപ്പുകളും എല്ലാം നല്ല മനോഹരമായിട്ട് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടേക്കാണ് കേട്ടോ. ലണ്ടനെ വളരെ സുന്ദരിയായിട്ട് തോന്നി. രാത്രിയാവും തോറും നല്ല രസമായിരുന്നു കാണാൻ. കാരണം ലൈറ്റുകളെല്ലാം ഇട്ട് നല്ല മനോഹരമായിട്ട്. ക്രിസ്മസ് ടൈം ആയില്ലായിരുന്നു, എന്നാലും ഓൾറെഡി നവംബറൊക്കെ ആകുമ്പോൾ തൊട്ട് ക്രിസ്മസിൻ്റെ എല്ലാ ഒരുക്കങ്ങളും UK എല്ലായിടത്തും തന്നെ കാണാം. ലണ്ടൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടുന്ന് നടന്ന് കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്ന് പോകാനുണ്ടാകും, നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ അവിടുന്ന്. അങ്ങനെ നമ്മൾ അവിടുന്ന് മുമ്പോട്ട് നടന്ന് പോയിക്കൊണ്ട് ഇരിക്കുക. അവിടെ നമ്മുടെ സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ഉള്ളിൽ കൂടെ ആണ് നമ്മൾ അപ്പുറത്തേക്ക് നടന്നു പോകുന്നത്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലോകത്തിലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സൂപ്പർ റൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അതിനെക്കുറിച്ച് അതിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്കപ്പോൾ അതിന് ചുറ്റുപാടുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. ആ കാണുന്ന ലണ്ടൻ ഐയിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നും ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് 29 പൗണ്ടാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ ഓൾറെഡി ഓൺലൈൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞും അല്ലാതെയും ടിക്കറ്റ് എടുക്കാം. പിന്നെ ക്യാൻസൽ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പൈസയൊന്നും അങ്ങനെ അത് നഷ്ടമാവുന്നില്ല കേട്ടോ, ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം നമുക്ക് അവരൊരു ടൈം തന്നിട്ടുണ്ട്, ആ ടൈമിൽ നമ്മളവിടെ ചെല്ലണം. അപ്പം പിന്നെ ഇത് നമ്മൾ ലണ്ടനായിട്ട് ഒരു ദൂരത്തു നിന്നുള്ള ഒരു വ്യൂ ആട്ടോ. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തപ്പം എടുത്ത ഒരു വ്യൂ ആട്ടോ. അതിൻ്റെ അടുത്ത് നിന്ന് ചെന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും വലിയൊരു സർക്കിളാണത്. അപ്പോൾ അതിൻ്റെ താഴെ പോയി നിന്ന് ഫോട്ടോ എടുത്താൽ നമുക്ക് അതിനെ ഫുള്ളായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ ലണ്ടൻ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഏകദേശം 135 മീറ്റർ ഇതിന് ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഈ വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കാൻഡിലിവേർഡ് ഒബ്സർവേഷൻ വീൽ എന്നാണ് നമ്മൾ ഈ ലണ്ടൻ ഐനെ വിശേഷിപ്പിക്കുന്നത്. ഇത് നമ്മുടെ 2000 ആ ഇയറിലാണ് ഇത് ലോഞ്ച് ചെയ്തത് കേട്ടോ. ഇതിന് ഒരു 85 അവാർഡ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ആ ഒരു എൻജിനീയറിങ് അച്ചീവ്മെൻറ്റിലും അതിൻ്റെ ആർക്കിടെക്ചറൽ ക്വാളിറ്റിക്കും ഒക്കെ അതിന് കൊടുത്തേ പറ്റുള്ളൂ. കാരണം അത്ര സൂപ്പറായിട്ടാണ് അന്ന് നിർമ്മിച്ചേക്കുന്നത്. നമ്മുടെ സൈക്കിളിൻ്റെയൊക്കെ വീലുകൾ കണ്ടിട്ടില്ല, അതിൻ്റെ അകത്തുകൂടി ചെറിയ ചെറിയ കമ്പികളുണ്ടല്ലോ, അതുപോലെ നല്ല സൂപ്പർ സ്ട്രോങ് ആയിട്ടാണ് ഈ സംഭവം നിർമ്മിച്ചേക്കുന്നത്. ഈ റൈഡ് നമുക്ക് 30 മിനിറ്റ്സ് എടുക്കും കേട്ടോ, നമ്മൾ കയറി കഴിയുമ്പം. അപ്പോൾ ഈ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇപ്പം നമ്മൾ തിരക്കില്ലാത്ത സമയത്തായിരുന്നു പോയത്. തിരക്കുള്ള സമയത്താണ് അവിടെ ക്യൂവും കാര്യങ്ങളും ഉണ്ട്, എല്ലാം ക്യൂ ഒക്കെ നിന്ന് ചെക്ക് ചെയ്ത് സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ടിക്കറ്റൊക്കെ നേരത്തെ നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് പോകാം. ആ ടൈമിൽ തന്നെ നമുക്ക് അവിടെ ചെല്ലുകയും വേണം കേട്ടോ. അതുപോലെ തന്നെ ഈ ലണ്ടൻ ഐയിൽ നമ്മൾ കയറുന്ന ഇതിന് ക്യാപ്സ്യൂൾ എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ 32 ക്യാപ്സ്യൂളാണ് ഈ ലണ്ടൻ ഐക്കുള്ളത്. അതിൽ ഇവരുടെ ഒരു എന്താ പറയുന്നത്, ഗുഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു 13ാമത്തെ ക്യാപ്സ്യൂൾ അവർ ആരെയും കയറ്റാറില്ല. അവർ അത് ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ടേക്കുവാണ്. അത് അവരുടെ എന്തോ ഒരു വിശ്വാസം. മീൻസ് ഓരോരുത്തർക്കും ഓരോ രാജ്യങ്ങളിലും ഓരോരോ ഗുഡ് ലക്ക് ബാഡ് ലക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ഇതൊരു 32 ക്യാപ്സ്യൂളുണ്ട്. പറഞ്ഞ പോലെ 30 മിനിറ്റ്സ് നമ്മൾ എടുക്കും ഇതിൻ്റെ റൈഡ് കംപ്ലീറ്റ് ആവാൻ. ഇങ്ങനെ ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ പോയ സമയത്ത് അധികം ബിസി ടൈം അല്ലായിരുന്നു. ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാം ചെക്കിങ് ചെയ്ത് ബാഗും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിങ് കേട്ടോ. അതിന് ശേഷം ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ക്യൂ നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ ക്യാപ്സ്യൂളിൽ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഒരു ക്യാപ്സ്യൂളിൽ ഏകദേശം 25 പേര് മാക്സിമം അത്രേ കയറ്റുള്ളൂ. അപ്പം തിരക്കില്ലാത്ത അനുസരിച്ച് അപ്പോൾ അവർ അതിനനുസരിച്ച് ആൾക്കാരെ കയറ്റി വിടുന്നു കേട്ടോ. അപ്പം ഈ സംഭവം ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടേ ഇരിക്കുമായിരിക്കും കേട്ടോ, സ്റ്റോപ്പല്ല. അപ്പം നമ്മളെ പെട്ടെന്ന് അവർ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിലായി സംഭവം വന്ന് നിൽക്കുന്നത് ഇങ്ങനെ. അപ്പോൾ നമുക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ വെള്ളം കാണത്തൊന്നുമില്ല. ചിലർക്കൊരു പേടി തോന്നില്ല, ഇങ്ങനെ വെള്ളം ഇങ്ങനെ മൂവ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളങ്ങ് അങ്ങനെ കാണത്തൊന്നുമില്ല. വളരെ അടുത്ത് തന്നെയാണ് സംഭവം, പെട്ടെന്ന് കയറാം. നമ്മളെ അവർ കയറാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ക്യാപ്സ്യൂളിൽ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു, കാരണം തിരക്കുള്ള ടൈം അല്ലായിരുന്നു അത് കാരണം. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ കയറ്റിയത്. നമ്മൾ ഫാമിലിയായിട്ട് ഗ്രൂപ്പായിട്ട് പോയതുകൊണ്ട് നമ്മുടെ കൂടെ കുറച്ച് 1-2 ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരിക്കാൻ നടുക്കൊരു ബെഞ്ച് പോലെ ഉണ്ട് കേട്ടോ. ഇരിക്കണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ റൗണ്ടിൽ ചുറ്റി നടന്ന് നമുക്ക് കാഴ്ചകൾ കാണാം. ലണ്ടനെ 360 ഡിഗ്രിയിൽ നമുക്ക് ഈ ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പോയ ടൈം ഒരു ക്ലൗഡി മീൻസ് വിൻ്റർ ടൈമായിരുന്നു. അപ്പം സൺലൈറ്റൊന്നും നമുക്ക് ഒട്ടും കാണുമല്ല. അപ്പം ക്ലൗഡി ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. അതുകൊണ്ട് അത്ര ബ്രൈറ്റായിട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല. മരങ്ങളിലൊന്നും ഇലകളും കാര്യങ്ങളും ഒന്നും കാണുമല്ല, ചെടികളും പൂക്കളും ഒന്നും കാണത്തില്ല. ഒരു സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ പോകുന്നെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള സീനായിരിക്കും. പിന്നെ ഏർലി മോർണിംഗ് ആയിരിക്കും ഒന്നും നല്ലത്. പിന്നെ നൈറ്റ് ടൈമാണ്. നമ്മൾ ഈ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ടൈമിലായിരുന്നു പോയത്. അപ്പോൾ നൈറ്റ് ടൈമിലാണെങ്കിൽ ഫുള്ള് ലണ്ടൻ സിറ്റി മൊത്തം നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് അലങ്കരിച്ചായിരിക്കും ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് അത് നോക്കുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, നമ്മൾ നൈറ്റിൽ ബസ് റൈഡ് ചെയ്തപ്പം ലണ്ടൻ ഐയിൽ ലൈറ്റുകളൊക്കെ ഇട്ടേക്കുന്നത് പല കളറിലുള്ള ഓരോ ഇവൻറ്റിനനുസരിച്ച് അവർ കളറൊക്കെ ചേഞ്ച് ചെയ്യും ലൈറ്റിൻ്റെയൊക്കെ. അതുപോലെ തന്നെ ന്യൂ ഇയറിൽ ഫയർ വർക്കൊക്കെ നടക്കുന്ന ഈ ലണ്ടൻ ഐയുടെ അടുത്താണ്. അതുപോലെ തന്നെ ഒരു നല്ല തീം ബേസിലായിരിക്കും അവർ ഓരോ ടൈമിൽ ഇതിന് തീം ബേസ് അനുസരിച്ച് അവരതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ലൈറ്റിൻ്റെ കേട്ടോ. അപ്പം നമ്മുടെ ക്യാപ്സ്യൂൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് കണ്ട കുറേ ബോട്ടുകൾ, അങ്ങനെ ആ സർവീസ് നടത്തുന്ന ബോട്ടുകളൊക്കെ അവിടെ കാണാം കേട്ടോ. അതിൽ യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് കയറി ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് താഴെ നിന്നുള്ള വ്യൂ ആണ്. ഇനി കുറച്ചും കൂടെ മുകളിലോട്ട് ചെല്ലുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു നല്ല വ്യൂവിലോട്ട് എത്തുള്ളൂ. ആദ്യം നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞില്ലേ, ഈ തേംസ് റിവറിൽ ഇഷ്ടം പോലെ ബ്രിഡ്ജുകളാണ്. അതിൽ കാണുന്ന 1-2 ബ്രിഡ്ജുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒന്ന് വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജുണ്ട്, ഒരെണ്ണം മറ്റൊരു ബ്രിഡ്ജുണ്ട്, അപ്പുറത്ത് വേറെ ബ്രിഡ്ജുണ്ട്. അങ്ങനെ കുറേ ബ്രിഡ്ജുകൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതല്ലാതെ വേറെ അപ്പുറത്തോട്ടും കുറേ ഉണ്ട്. അങ്ങനെ ബ്രിഡ്ജുകൾ കാണാം. മെയിനായിട്ടുള്ള നമ്മുടെ നമ്മുടെ ബിഗ് ബെന്നിനെ കാണാത്തവർ ബിഗ് ബെന്നിൻ്റെ വീഡിയോ നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട്. ബിഗ് ബെന്നിനെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ബിഗ് ബെൻ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് പാർലമെൻറ്റ്. അങ്ങനെ അതിൻ്റെ ബിഗ് ബെന്നിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് കാണുന്നതാണ് പാർലമെൻറ്റ്. അങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടെ മുകളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ ടവർ ബ്രിഡ്ജിൻ്റെ ആ ഏരിയ, ടവർ ബ്രിഡ്ജ് കാണത്തില്ല, എന്നാലും അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വളരെ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു ഇത്. അതുപോലെ തന്നെ ഈ ലണ്ടൻ ഐയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തുസാറ്റ്സ് ഗ്രൂപ്പിൻ്റെ അണ്ടറിലായിരുന്നു, അവർക്കായിരുന്നു. അത് കഴിഞ്ഞ് അവർക്ക് മറ്റ് രണ്ട് പാർട്ട്നേഴ്സിനും കൂടെ കിട്ടിയിരുന്നു. ബ്രിട്ടീഷ് എയർവേസും മാർക്സ് ബാക്ക്ഫീൽഡും ഇവരും കൂടെ ഇപ്പോൾ ഇവരുടെ പാർട്ട്നേഴ്സാണ്. നല്ല എന്താ പറയുന്നത്, ഏകദേശം ഒരു ഇയറിൽ 3.5 മില്യൺ ആൾക്കാർ ഇത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇയറിൽ ഈ നമ്മുടെ ലണ്ടൻ ഐയുടെ വരുമാനം 91 മില്യൺ പൗണ്ടാണ് ഒരു ഇയറിലെ ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. അത് ആൾക്കാരുടെ വിസിറ്റേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചിരിക്കും വ്യത്യാസം കേട്ടോ. അങ്ങനെ വളരെ സൂപ്പറായിട്ടുള്ള ഒരു
ഏരിയയും എന്താ പറയുന്നത്, നമ്മുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണിത്. ഇഷ്ടം പോലെ നമ്മുടെ ബിൽഡിങ്ങുകൾ നമ്മൾ അടുത്ത് നമ്മൾ കണ്ടിട്ട് ഭയങ്കര ഹൈറ്റാന്ന് പറഞ്ഞ ബിൽഡിങ്ങുകളെയൊക്കെ നമുക്കിപ്പോൾ ഏറ്റവും താഴ്ന്ന് അടുത്ത പൊക്കത്തിൽ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് നമ്മൾ ഏകദേശം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ കൂടെ ആൾക്കാർ പോകുന്ന ചെറിയ എന്തോ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത് ട്രെയിനിൻ്റെ ആ ബ്രിഡ്ജിൽ നിന്ന് വന്ന ട്രാക്കാണ് കേട്ടോ, റെയിൽവേയുടെ ട്രാക്കാണ്. ട്രെയിൻ അതുവഴി പോകുന്നത് കാണാൻ പറ്റുക നമുക്ക് ഇവിടെ നിന്ന് കഴിയുമ്പോൾ. ഒരു വൈറ്റ് കളറിൽ അതുവഴി പാസ് ചെയ്തെന്ന് കാണാം. അത് ട്രെയിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുന്നത്, വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ സൈക്കിളിൽ ചെറിയ ചെറിയ കമ്പികളൊക്കെ നമുക്ക് കാണത്തില്ലേ, അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പികൾ ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഏകദേശം മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സെൻറ്റ് ജോൺസ് എന്ന് പറയുന്ന NHSൻ്റെ ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ ആ ഗ്രീൻ കളർ കാണുന്ന ആ ഒരു ഏരിയയാണ് ഹോസ്പിറ്റലിൻ്റെ ഏരിയയൊക്കെ. ഇപ്പം നമ്മൾ ഏകദേശം ടോപ്പിലെത്തി കേട്ടോ, ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. താഴോട്ട് നോക്കുമ്പം ആളുകളൊക്കെ അതേ ചെറിയതായിട്ട് എന്തോ പോകുന്ന പോലെ തോന്നുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സൂം ചെയ്തേക്കുന്നതാണ്. സൂം ഔട്ട് ചെയ്യുമ്പം കാണാം വളരെ എന്തോ ഇങ്ങനെ നടന്ന് ചെറിയ ഉറുമ്പുകൾ പോലെ പോകുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ കേട്ടോ. അത്രയും ഹൈറ്റിലേക്ക് നമ്മൾ മുകളിലേക്ക് എത്തി കേട്ടോ. കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? കണ്ടോ, ആൾക്കാർ പോകുന്ന വളരെ ഒരു ചെറിയ ഇതായിട്ടാണ് ഇതിപ്പോൾ നമ്മൾ സൂം ചെയ്താൽ കണ്ടോ എന്തോരം ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ വളരെ വ്യത്യസ്തകരമായ അനുഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. കാരണം ഏറ്റവും നല്ല ടോപ്പിലോട്ട് നമ്മൾ എത്തിച്ചെന്നു. ഏറ്റവും ടോപ്പിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. അങ്ങനെ അതിൽ കാണാൻ കുറേ ബ്രിഡ്ജുകൾ കാണാം കേട്ടോ. അതിൻ്റെയൊന്നും പേര് എനിക്കറിയത്തില്ല. ഒന്ന് ആ വൈറ്റായിട്ട് ഇത് കാണുന്നത് ഒന്ന് നമ്മുടെ ട്രെയിൻ പോകുന്ന ട്രാക്കാണ്. വളരെ ഇനി നൈറ്റിലാകുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം നല്ല ലൈറ്റെല്ലാം വന്ന് കഴിയുമ്പോൾ കാണാൻ പ്രത്യേക ഭംഗിയാട്ടോ. പിന്നെ ഡിസംബർ ആ ക്രിസ്മസ് ടൈമിലാകുമ്പം പിന്നെയും കുറേയും കൂടെ നല്ല രീതിയിൽ അത് കാണാൻ പറ്റും. ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതെല്ലാം ലണ്ടൻ സിറ്റിയാണ്. ആ കാണുന്ന വോക്കി ടോക്കി ആ ഷേപ്പിലിരിക്കുന്ന ബിൽഡിംഗ് ഉണ്ടോ, അതിനടുത്താണ് നമ്മുടെ ആ ടവർ ബ്രിഡ്ജ് വരുന്നത്. ആ ഏരിയയിലാണ് അത് വരുന്നത്. നമുക്കിവിടുന്ന് ഇതിൻ്റെ മുകളിൽ നിന്നാലും കാണാൻ പറ്റത്തില്ല, അതുപോലെ പൊക്കമുള്ള ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ അത് കവറായിപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല. നോക്കിയ വഴി ട്രാഫിക് ബ്ലോക്കൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതെല്ലാം നമ്മൾ സൂം ചെയ്ത് എടുക്കാം കേട്ടോ. ഈ ആകാശത്തോടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് എയർപോർട്ട് കേട്ടോ. അപ്പം വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു ലണ്ടനിൽ. പറ്റുമ്പോൾ വരുമ്പോൾ ഇവിടെ ഈ ലണ്ടനൊക്കെ കാണാൻ അവസരം കിട്ടുമ്പോൾ എല്ലാവരും ഇവിടെയും വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. വളരെ മനോഹരമായൊരു അനുഭവമായിരുന്നു. ഇനി നമുക്ക് അടുത്ത പാർട്ടിൽ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം. നമ്മളിവിടെ ഇറങ്ങി എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. ലണ്ടൻ ഐയുടെ നൈറ്റിലത്തെ വ്യൂ ഞാൻ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ട് സൂപ്പറായിരുന്നു കേട്ടോ കാണാനുണ്ടായി. നമ്മൾ മോർണിംഗിൽ കണ്ട ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ അത് ലൈറ്റിട്ട് വളരെ സൂപ്പറായിട്ട് അത് ഇപ്പോൾ ഉള്ള കാഴ്ച കാണാൻ നല്ലത്. അടുത്ത പാട്ടിൽ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.